ടോക്സിസിറ്റീനെ ആക്ച്വലി അതൊരു പ്രൊമോട്ട് ചെയ്യുന്നൊരു ഷോയും കൂടെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാണിക്കേണ്ട കാര്യങ്ങൾ മാത്രം കാണിച്ചാൽ മതി. അതിൽ കുറേ ഇപ്പം ഞാനിപ്പം ഐ വാസ് പാർട്ട് ഓഫ് ദ ഷോ, പക്ഷെ എന്നാലും ഐ ഡോണ്ട് ലൈക്ക് ബിഗ് ബോസ് ടു ബി ഓണസ്റ്റ്. ഒരു ബാഡ് സിറ്റുവേഷനിൽ കിടന്ന് ഗബ്രീന്നൊരു വിളി വിളിച്ചാൽ അവിടെ ഓടി എത്തുന്ന എനിക്ക് 3 പേരെ ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതിൽ ഒരാൾ ഗബ്രിയാണ്. അതായത് അവൻ അത്രയും ഫ്രണ്ട്ഷിപ്പിനും നമ്മുടെ റിലേഷൻഷിപ്സിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന. ഇപ്പം ഒരു മുസ്ലിം വെഡിങ് ആയിരുന്നു, അവരുടെ മെയിൻ മുല്ലാക്ക. സോ ഐ വാസ് ക്ലിക്കിംഗ് ദ പിക്ചർ. ഈ സ്റ്റേജിന്റെ അവിടെ നിന്ന് ഓടി നടന്നു. അപ്പൊ അയാളുടെ ഫ്രണ്ടിലാണ് ഞാൻ വന്ന് നിന്നേന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ ഒരു കുട ഉണ്ടായിരുന്നു. ആ കുട വെച്ച് എന്റെ കുണ്ടിക്ക് കുത്തുതി മാറി നിൽക്കാൻ കിടന്നു പറഞ്ഞു. സാനിയുടെ പി യു വി എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്റെ പി യു വി എനിക്ക് പറയാം. ചെറിയൊരു കുട്ടീനെ ലൈക്ക് ഹൗ കെൻ പീപ്പിൾ ഡു ദിസ് ടു ഹർ? ലൈക്ക് അവൾ അത്രയും ചെറിയ കുട്ടിയാണ്. അവൾ അങ്ങനെ ഒരു അവള് ഭയങ്കര നമ്മൾ പുറമേ നിന്ന് അവളെ കണ്ട് ജഡ്ജ് ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടറേ അല്ല അവളുടേത്. കുറച്ച് കോൺട്രവേഴ്സ് എന്റെ പേരിൽ കേസൊക്കെ പോയിട്ടുണ്ട്. അതായത് 2 നൺസ് ചെയ്യണം, അതായത് അവർ രണ്ടുപേരും ഹാങ് ഔട്ട് ചെയ്യുന്ന പോലെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വേറെ സോ നമ്മൾ സ്ട്രഗിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ തിങ്ക് നമുക്ക് കൂടുതലും ഫീമെയിൽ മെയിൽ എന്നുള്ളൊരു ഇത് ഡിഫറൻസ് കാണിക്കുന്നത് വെഡിങ് ഫീൽഡിലാണ്. കാരണം ഞങ്ങൾ വെഡിങ് ചെയ്യുന്ന സമയത്ത് കേട്ടോ, അല്ല ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. ഞാൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ ബേസിക്കലി ഇപ്പം ഫീമെയിൽ ഫോട്ടോഗ്രാഫർ വേണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു അവസരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന വെഡിങ് ടീംസ് ഉണ്ടാവും. അവരുടെ കൂടെ പോകുമ്പോൾ നമ്മുടെ ഓപ്പോണന്റ് ടീമിൽ ഉള്ള ഇപ്പം ഞങ്ങൾ ബ്രൈഡിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഗ്രൂമിന്റെ സൈഡിൽ നിന്നുള്ള ടീം നമ്മളെ ഭയങ്കരമായിട്ടും മാറ്റി നിർത്താൻ നോക്കുന്നു. അപ്പൊ ഒബ്വിയസ്ലി മാൻ പവർ കാണിക്കാനുള്ള ഒരു ഇതുപോലെ അവർ കാണിക്കുന്നത്. അപ്പം ഈ കെട്ടിന്റെ സമയത്ത് ലൈക്ക് താലി കെട്ടിന്റെ സമയത്ത് വി ഹാവ് ടു, അതാണ് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം. ദർ ഇസ് നോ റീടേക്ക്. നമുക്കത് ചേട്ടാ ഒന്നുകൂടെ താലി കെട്ടാൻ പറ്റുമെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ പോകുമ്പോൾ ഈ ചേട്ടവരൊന്ന് മാറിക്കോ എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മൾ അവരെ തൊടുന്ന ഈ ഷോൾഡറാ തൊടുന്നത്, വേറെ ഒന്നുമല്ല. എന്നുവെച്ചാൽ നമ്മൾ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഇത് അപ്പൊ ഒന്ന് മാറി നിൽക്കുന്നില്ല, നമ്മൾ ഭയങ്കരമായിട്ട് മാറ്റി നിർത്തുന്ന പോലെയൊക്കെ നമ്മളെന്തോ അശുദ്ധി ആ ഒരു സംഭവം പോലെ. എന്നാലും ഒന്ന് മാറി നിൽക്കും, ഞങ്ങളൊന്ന് എടുക്കട്ടെ. അപ്പൊ ഞാൻ ചേട്ടാ ഞങ്ങൾക്ക് കൊടുക്കണം, ഞങ്ങളും ഇതിന് വന്നു, ഞങ്ങൾക്ക് ആൽബം കൊടുക്കാനുണ്ട്, ഞങ്ങൾക്ക് വീഡിയോ കൊടുക്കാനുണ്ട്. പക്ഷെ അത് ആ സമയത്തൊക്കെ പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചെറുക്കന്റെയോ പെണ്ണിന്റെയോ അമ്മാവന്റെ വേറെ ഏതോ ബന്ധത്തിൽപ്പെട്ട ആൾക്കാരോ ഒന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും, ആ ഫോട്ടോ എടുത്തൊന്ന് കാണിച്ച് പതിഞ്ഞോ നോക്കട്ടെ എന്ന് പറയും. അത് ആ സെയിം ഡയലോഗ് ദേ വിൽ നോട്ട് ആസ്ക് എനി മെയിൽ ഫോട്ടോഗ്രാഫേഴ്സ്. അത് ഭയങ്കര സീനായിരുന്നു. ചെറിയ ക്യാമറയിലാണോ ഷൂട്ട് ചെയ്യുന്നത്? എന്നെ ഒരു വെഡിങ്ങിന്, ഒരു മുസ്ലിം വെഡിങ് ആയിരുന്നു, അവരുടെ മെയിൻ മുല്ലാക്ക. സോ ഐ വാസ് ക്ലിക്കിംഗ് ദ പിക്ചർ. ഈ സ്റ്റേജിന്റെ അവിടെ നിന്ന് ഓടി നടന്നു. അപ്പൊ അയാളുടെ ഫ്രണ്ടിലാണ് ഞാൻ വന്ന് നിന്നേന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ ഒരു കുട ഉണ്ടായിരുന്നു. ആ കുട വെച്ച് എന്റെ കുണ്ടിക്ക് കുത്തുതി മാറി നിൽക്കാൻ കിടന്നു പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ തിരിഞ്ഞിട്ട് പറഞ്ഞു, താൻ ആരോടോ ഞാനോട് ഫോട്ടോ എടുക്കാൻ വന്നാൽ പറഞ്ഞു. ഞാൻ വെൻ ഐ റേസ്ഡ് മൈ വോയിസ് ബാക്കിൽ നിന്ന് കുറെ ഉമ്മച്ചിമാര് പതുക്കെ ഇങ്ങനെയല്ല കൈയടിക്കുന്നത്, അവര് പൊളിച്ച് എന്ന് പറഞ്ഞിട്ട്. കാരണം പുള്ളിക്ക് അറിയാലോ മുസ്ലിം ഇതിൽ കൂടുതലാണ് പെണ്ണുങ്ങളെ ആണുങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സംഭവം. അപ്പൊ ഞാൻ വോയിസ് റേസ് ചെയ്തുകൊണ്ട് പിന്നെ പുള്ളിക്കാരൻ വന്ന് എൻ്റെ അടുത്ത് സോറി പറഞ്ഞു. സോറി, ഞാനത് അറിയാതെ ആ ഒരു സമയത്ത് ചെയ്തു പോയതാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കുറെ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ടും നമ്മളൊന്നും കഴിവില്ലാത്ത ആൾക്കാരാന്ന് പറഞ്ഞ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ആ ഒരു സംഭവം കൊണ്ടാണ് ഞങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയി ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യണം, വി ആർ ബെറ്റർ ദാൻ യു ഗൈസ് എന്നുള്ളൊരു സംഭവം പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് നമ്മൾക്ക് ആ ഒരു ഫയർ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അതൊക്കെ വേണം. അതൊക്കെ സ്ട്രഗിളിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി എടുത്തിരിക്കുന്നത്. ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് ലൈറ്റ് റൂമിലാണ്. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, പണ്ടല്ല കുറച്ചു മുന്നേ ഞാനിങ്ങനെ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലൈവ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ, അതിലിങ്ങനെ പറയായിരുന്നല്ലോ ആൻസർ ആയിട്ട് ലൈറ്റ് റൂമിലാണ് കൂടുതലായിട്ട് ഫോട്ടോ. അപ്പോ ഇങ്ങനെ ഫോട്ടോഷോപ്പ് ഒക്കെ ഉള്ള ഒരു ടൈമിലും ലൈറ്റ് റൂമിൽ ഞാൻ കേട്ടത് ഭയങ്കരമായിട്ട് അതിനെ എടുത്ത് കേട്ടത് യാമേന്റെ അടുത്തുനിന്നായിരുന്നു, ഈ ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്യുന്ന ഒരു കാര്യം. അതെങ്ങനെയാന്ന് നോക്കിയത്? ഫോട്ടോഷോപ്പിൽ എനിക്കറിയാം, പക്ഷെ ഇറ്റ്സ് വെരി ലൈറ്റ് റൂമിൽ ഇറ്റ്സ് വെരി ഈസി. ഞാൻ കൂടുതൽ എന്റെ ഫോണിൽ എഡിറ്റ് ചെയ്യുന്നത്, ഞാൻ സിസ്റ്റത്തിലിട്ട് എഡിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് ഇപ്പൊ ഒരു ഷൂട്ട് കഴിഞ്ഞാൽ അതിൽ അടിപൊളി ഫോട്ടോസ് ഉണ്ടെങ്കിൽ എനിക്ക് അപ്പൊ അതിന്റെ ഔട്ട് വേണം. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ലൈറ്റ് റൂമിൽ എന്റെ തന്നെ ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത കുറച്ച് പ്രീസെറ്റ്സ് ഉണ്ട്, അതെടുത്തിട്ട് പിന്നെ ഞാൻ കൂടുതൽ എഡിറ്റേ ചെയ്യില്ല. എന്റെ ഇപ്പൊ കുറച്ചൊക്കെ റീസെന്റ് ഞാൻ ഇട്ട പിക്ചേഴ്സ് ഒന്നും ഗ്രേഡ് പോലും ചെയ്തില്ല. ഞാൻ ഫേസർ ഇട്ട് ചെയ്യില്ല,
അങ്ങനെ ഒന്നും ചെയ്യില്ല ബേസിക്കലി. എനിക്ക് റോ ഇടാനാണ് ഇഷ്ടം. പക്ഷെ നല്ല രസമുണ്ടല്ലോ എഡിറ്റ് ചെയ്ത ഫോട്ടോസ് ഒക്കെ. അല്ല ആക്ച്വലി ക്യാമറയിൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു പ്രീസെറ്റ് നമുക്ക് ചെയ്യാം. അത് അത്രയും വലിയ എഡിറ്റിംഗ് അഡ്വാൻസ്ഡ് ഒന്നുമല്ല, സാച്ചുറേഷൻ, കോൺട്രാസ്റ്റ് അങ്ങനത്തെ ബേസിക് സാധനങ്ങൾ അങ്ങനെ ആ ഒരു സംഭവം മാത്രം. അല്ലാതെ എനിക്ക് ലൈറ്റ് റൂം ആണ് ഒരു കസ്റ്റം മെയ്ഡ് പ്രീസെറ്റ് എനിക്ക് ഇഷ്ടമാണ്. എന്റെ കുറെ പ്രീസെറ്റ്സ് ഞാൻ തന്നെ ഉണ്ടാക്കി പ്രീസെറ്റ്സ്. അത് ഞാൻ എപ്പോഴും എന്റെ ഫോളോവേഴ്സ് എന്നോട് ചോദിക്കും, ചേച്ചി ഇതിന്റെ പ്രീസെറ്റ് അയക്കാമോ? പക്ഷെ എനിക്ക് അറിയില്ല അതെങ്ങനെ അയക്കട്ടെ. ക്യാമറയിലുള്ളത് അയക്കാൻ പറ്റില്ല. ക്യാമറയിലുള്ളതല്ല, ലൈറ്റ് റൂമിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം വെൻ ഐ സ്റ്റാർട്ടഡ് ഞാൻ ഫോട്ടോഷോപ്പ് ആയിരുന്നു. പക്ഷെ അതിൽ കുറെ ഭയങ്കര ലൈറ്റ് റൂമിലോട്ട് കടന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ഒരു ക്രോപ്പ് സെൻസറും ഫുൾ ഫ്രെയിമും ആ ഒരു എഫക്ട് എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് ഐ തിങ്ക് ഞാൻ സ്നാപ്സീഡിലായിരുന്നു. അത് ഞാൻ അപ്ഗ്രേഡ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കുമ്പോ നിങ്ങക്ക് ഇപ്പൊ നമ്മളൊരു ഡയറക്ടർ ആണെങ്കിൽ ഒരു സിനിമ എടുക്കുമ്പോ സാറ്റിസ്ഫൈ ആവുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. ഇങ്ങനെ ഇതൊക്കെ ഓക്കെ ആയാൽ മാത്രമേ അയാൾ സാറ്റിസ്ഫൈ. അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ സാറ്റിസ്ഫൈ ആവുന്ന എപ്പോഴായിരിക്കും എല്ലാം? ഫോർ മീ ഞാനൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം വാട്ട് കൈൻഡ് ഓഫ് ഫോട്ടോ, ഐ മീൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായാലും എന്താണ് ഞാൻ എൻ്റെ കണ്ണിൽ കൂടെ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ കാണുന്നത്. ഐ മേക്ക് ഷുവർ ഞാൻ അതിൻ്റെ ഒരു 80% അല്ലെങ്കിൽ 90% വരെ ഐ മേക്ക് ഷുവർ അത് കിട്ടാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യും. അപ്പം എനിക്ക് അങ്ങനെ എന്താ പറയുക, ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ അഹങ്കാരം പറയല്ല, പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ ഫോട്ടോഷൂട്ടിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അഹങ്കാരാണ്. എനിക്കാണെങ്കിൽ ഇപ്പൊ ഓൾറെഡി ഇതുപോലെ ഇവള് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു മനസ്സിലൊരു പിക്ചർ ഉണ്ടാവും. ആ പിക്ചർ കിട്ടിയാൽ ഞാൻ നിർത്തും ഷൂട്ട്. ബിക്കോസ് എന്താണല്ലോ അതിൽ കൂടുതൽ അതല്ല. ഇനിയിപ്പോ അങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന സമയത്ത് ഞാൻ എന്റെ ഷൂട്ട് മാക്സിമം 15 മിനിറ്റ് പോകാറുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ കൊണ്ടുപോകാറില്ല. അതിനുള്ളിൽ തന്നെ പാക്കപ്പ് ആവും. അതിനുള്ളിൽ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഞാൻ കണ്ടുപിടിക്കുകയല്ലോ അത് ഇഷ്ടമുള്ള ഫോട്ടോ. അതേപോലെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വയ്യ. ഷോൾഡർ എടുക്കും ഞാൻ കുറച്ച് ഒരു 30 മിനിറ്റ്സ് അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഫോട്ടോ എടുക്കുന്നതിന്റെ കൂടെ തന്നെ ഐ സ്റ്റാർട്ട് ടേക്കിംഗ് വീഡിയോസ് ആസ് വെൽ. അപ്പൊ ഒരു ഹാഫ് ആൻ അവർ ഹാഫ് ആൻ അവർ വീഡിയോ കൂടെ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ഹാഫ് ആൻ അവർ എനിക്കും പോകും. ഹാഫ് ആൻ അവർ പോകും. അപ്പൊ നമ്മൾ റീൽസ് എടുക്കാൻ തുടങ്ങി. അപ്പോ എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഹാഫ് ആൻ അവർ പോകും. അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച്. അതെ, അതിൽ എന്തെങ്കിലും വേണ്ട ഒരു 30 സെക്കൻഡ്സിന്റെ വീഡിയോയിലും വേണ്ട വേണ്ടിയിട്ടുള്ള സംഭവം. ഇപ്പൊ ഫോട്ടോഗ്രാഫിയിൽ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട് കോൺസെപ്റ്റ് വെച്ചിട്ട്. അതിൽ തന്നെ ഐഡിയാസ് യാമി കുറെ ഐഡിയാസ് ഉണ്ടാവും. അത് നോക്കുമ്പോ നമ്മുടെ ജോക്കറും നാഗവല്ലി അങ്ങനത്തെ ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങള്. പിന്നെ അനഘയുടെ ഒരു ഫോട്ടോ, സ്കേറ്റിംഗ് ബോർഡിൽ അങ്ങനത്തെ ഫോട്ടോസ്. പിന്നെ സാരിയുടെ അതാണ് കുറച്ചുകൂടെ കോൺട്രവേഴ്സി ആയതെന്ന് തോന്നുന്നു എനിക്ക്, അല്ലെ? സാരി മുറിച്ചിട്ട് മാത്രല്ല ഞാൻ പറയാം തമാശല്ലേ. ഇത് കുറച്ച് കോൺട്രവേഴ്സി. എന്റെ പേരിൽ കേസൊക്കെ പോയിട്ടുണ്ട്. അതായത് 2 നൺസ് ചെയ്യണം. അതായത് അവർ രണ്ടുപേരും ഹാങ് ഔട്ട് ചെയ്യുന്ന പോലെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വേറെ അതിനെപ്പറ്റി ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇരുന്നിട്ട് എന്നെ ആരെങ്കിലും പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെനിക്കിപ്പോഴും അങ്ങനെ തന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കിപ്പോ ഞാൻ അതിനുള്ളൊരു അങ്ങനെ ചെയ്ത് ആൾക്കാർ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു എനിക്ക് അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. അതുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അല്ലാതെ ഞാനത് നിർത്തും. അതിന് ശരിക്കും ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ആർട്ടാണ്. ആർട്ട് എന്ന് പറയുമ്പോൾ ഒരു ടൂളും കൂടെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫി ടൂളായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ആർട്ടായിട്ട് ഇപ്പൊ കാണാണ്ട് നമ്മളൊരു ഫോട്ടോ എടുത്തിടും. ഇപ്പൊ എന്ത് ഫോട്ടോ ആയിക്കോട്ടെ, അതിന്റെ ഇടയിൽ അതിനെ നെഗറ്റീവായിട്ട് ക്രിറ്റിസൈസ് ചെയ്ത് അതിൽ കൂടെ ഇപ്പൊ ഡ്രസ്സിങ്, അവരുടെ മോഡൽസിന്റെ ഡ്രസ്സിങ്ങിന്റെ അതിന്റെ ഇടയിൽ കൂടെ കൾച്ചർ കുത്തിക്കയറ്റി അങ്ങനത്തെ രീതിയിൽ കുറെ പേര് നമ്മുടെ സൊസൈറ്റിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ സെയിം വേ ഓഫ് റിയാക്ടിങ് ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പൊ ഒരു ബിക്കിനി ഷൂട്ട് ഇപ്പൊ ഡേസി ചെയ്തിടാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ കുറച്ച് റിവീലിംഗ് ആയിട്ട് ഇട്ടാലും അതിലൊരു നെഗറ്റീവ് കമന്റ് വരും എന്നുള്ളത് 100% ഷുവറാണ്. അത് നമ്മള് ഇഗ്നോർ ചെയ്യാന്നുള്ള അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാന്നുള്ള. ഞാൻ ആക്ച്വലി എൻ്റെ നമ്മളിപ്പോൾ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഡയറക്ടർ എന്നുള്ളൊരു ഇതിൽ നമുക്കൊരു മെസ്സേജ് കൊടുക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. അതിപ്പോൾ യാമിയുടെ ഇതായാലും ഏത് ഫോട്ടോഗ്രാഫേഴ്സ് ആയാലും നമുക്കൊരു മെസ്സേജ് കൊടുക്കണം എന്നുള്ള സംഭവമുണ്ട്. അത് മെസ്സേജ് കിട്ടുന്ന ആൾക്കാർ ഒരു 80% ആൾക്കാരുണ്ട്. പക്ഷെ 20% ആൾക്കാർക്ക് ദേ സ്റ്റിൽ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ഇപ്പം ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി
റീസെന്റ് അല്ല, കഴിഞ്ഞ ജൂണോ പ്രൈഡ് മന്തില് ഞാനൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ബ്രൈഡ്സിനെ വെച്ചിട്ട്. ബിക്കോസ് സി ഞാൻ ഇപ്പം ബ്രൈഡ്സിനെ വെച്ച് ഞാൻ ചെയ്യുമ്പോൾ ഇപ്പൊ എന്റെ മുടിയൊക്കെ വെട്ടിക്കൊണ്ട് ഞാൻ ലെസ്ബിയൻ ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഐ എം നോട്ട് ഈവൻ ബൈ സെക്ഷൽ, ഐ എം നോട്ട് ബൈ ക്യൂരിയസ്. ഞാൻ എന്താ പറയാ, പക്ഷെ എനിക്ക് ഐ സപ്പോർട്ട് ദിസ് കമ്മ്യൂണിറ്റി ആൻഡ് ഐ തോട്ട് ലൈക്ക് ഐ വോണ്ടഡ് ടു ഡു സംതിങ് ലൈക്ക് ദിസ്. ഒരു ബ്രൈഡും തമ്മിലുള്ള കല്യാണത്തിന്റെ ഒരു കോൺസെപ്റ്റ് പോലെ ലൈക്ക് 2 ബ്രൈഡ്സിനെ വെച്ചിട്ട് ഞാനൊരു, അതും പ്രൊഫഷണൽ മോഡൽസ് ആണ്, ദേ ആർ നോട്ട് ഇവൻ പാർട്ട് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി. പക്ഷെ ദിസ് ഇസ് എ മെസ്സേജ് ഐ വാണ്ടഡ് ടു ലൈക്ക് ലെറ്റ്സ് നോർമലൈസ് ഓൾ ദീസ് തിങ്സ് ബിക്കോസ് ദേ ആർ ഓൾസോ ലൈക്ക് ഹ്യൂമൻ. അപ്പം നമുക്ക് ആ ഒരു ഇത്, പക്ഷെ അതിന്റെ അടിയിൽ കുറേ കമന്റ്സ് വന്നത് ഭയങ്കര വൃത്തിയായിട്ട് കമന്റ്സ് ആയിരുന്നു. പക്ഷെ പോസിറ്റീവായിട്ട് എടുക്കുന്നവരും ഉണ്ട് ഇഷ്ടമാതിരി. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത്, ഞാൻ നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഇടുന്നത്. സോ അത് നമ്മളെ അധികം ബാധിക്കുന്നില്ല ആക്ച്വലി. അത് അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ കമന്റ്സ് നമ്മളെ ബാധിച്ച് അതിന് ഞാൻ അത് ഫോട്ടോഷൂട്ടിന്റെ കേട്ടോ, വേറെ എനിക്കുള്ളത് വേറെ സംഭവം ഉണ്ട്. ഫോട്ടോഷൂട്ട് മാത്രമേ ഇടാറുള്ളൂ. ഇതില് ഇപ്പോ ഇങ്ങനെ വരുമ്പോ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് കമന്റ്സ് വരുന്നതില് ഇപ്പോ റീസെന്റ് എനിക്ക് അനശ്വരയുടെ ഫോട്ടോസിന്, അനികയുടെ ഫോട്ടോസിനൊക്കെ ഇങ്ങനത്തെ സംഭവം കൂടുതലും കുറെ കാലങ്ങളായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരാളാണ് സാനിയ. അപ്പൊ സാനിയയുടെ മോസ്റ്റ് ഓഫ് ഫോട്ടോസ് എടുത്തു കൊടുക്കുന്നത് യാമയാണ്. അതപ്പോ പേഴ്സണലി അറിയുന്നുണ്ടാവുമല്ലോ, ഇത് സാനിയുടെ ക്യാരക്ടർ മാതിരി ഇങ്ങനത്തെ കമന്റ്സ് വരുമ്പോ സാനി അതിനെ എങ്ങനെയായിരിക്കും എടുക്കുന്നത്? ഭയങ്കരമായിട്ട് സാനിയുടെ POV എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്റെ POV എനിക്ക് പറയാം. അതായത് ഞാൻ അവളെ മീറ്റ് ചെയ്യുമ്പോ ഒക്കെ ആ സമയത്ത് സാനിക്ക് കുറെ ട്രോൾസ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അപ്പം ഈ സാനിനെ പേഴ്സണലായിട്ട് അറിയാത്ത ആൾക്കാർ അത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അവളെ ജഡ്ജ് ചെയ്യുന്നത്, പറയാൻ പറ്റില്ല. പക്ഷെ അവളെ പേഴ്സണലി എനിക്ക് ഞാൻ മീറ്റ് ചെയ്ത് അവളെ അറിയാൻ തുടങ്ങിയപ്പോ ഞാൻ ആലോചിക്കുന്നത്, ഇത്രയും ചെറിയൊരു കുട്ടീനെ ലൈക്ക് ഹൗ കെൻ പീപ്പിൾ ഡു ദിസ് ടു ഹർ? ലൈക്ക് അവൾ അത്രയും ചെറിയ കുട്ടിയാണ്. മോറോവർ അവൾ അങ്ങനെ ഒരു, അവൾ ഭയങ്കര, നമ്മൾ പുറമേ നിന്ന് അവളെ കണ്ട് ജഡ്ജ് ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടറേ അല്ല അവളുടേത്. ഷീസ് എ വെരി ഡിഫറെന്റ് പേഴ്സൺ. അവൾ ഭയങ്കര പാവാണ്. അതായത് നമ്മളൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിട്ടൊരാളാണ്. അവൾക്ക് അതിനൊരു എക്സ്ട്രാ ഒരു അങ്ങനെ ഒന്നുമില്ല. ഈ മീംസ് ഞാൻ ആ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ശരിക്കും ഞാൻ ഭയങ്കര വിഷമിച്ചിട്ടുണ്ട്. ലൈക്ക് ഷീ ഡോണ്ട് ഡിസേർവ് ദിസ് ഹേറ്റ് ആൾക്കാർ ഇടണത്. പിന്നെ റീസെന്റ് തന്നെ ഏതോ ഒരു വീഡിയോയിൽ ആരോ അവളുടെ കൂടെ സെൽഫി എടുക്കാൻ ചെന്നപ്പോ എന്തോ പുള്ളിക്കാരി എന്തോ പറഞ്ഞിട്ട് അത് ഇപ്പോഴും ഷീസ് ഗെറ്റിംഗ് ബുള്ളിഡ്. നമ്മൾ പുറത്തൊരു സ്ഥലത്ത് ഒരു സിനിമയ്ക്ക് പോയാലോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ, എടാ ഇതിന് വേറൊരു റിയാലിറ്റി ഉണ്ട്. അതായത് അതിന് മുന്നേ ഇവൾക്ക് ഇങ്ങനെ ഒരു ബാഡ് സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഏതൊരു മൂവിയുടെ പ്രൊമോഷന് പോയപ്പോ, മൂവിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഷീസ് ട്രോമറ്റൈസ്ഡ് ബ്രോ. അപ്പൊ അടുത്തേക്ക് ഒരാൾ പെട്ടെന്ന് വരുമ്പോ അവൾക്ക് പെട്ടെന്ന് ഒരു പേടി, അതിപ്പോ ആരായാലും ഉണ്ടാവും. അത് അവളൊരു ആക്ട്രസ് ആയതുകൊണ്ട് അതല്ല അവൾ സഹിക്കണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ എനിക്ക് കുറെ വട്ടം തോന്നുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ അനികയാണെങ്കിലും എസ്തർ ആണെങ്കിലും അനശ്വരയാണെങ്കിലും ഇവരെല്ലാം ചെറിയ കുട്ടികളാണ്. എന്ത് മാനസികാവസ്ഥയിലായിരിക്കും അവരൊക്കെ അങ്ങനെ. പക്ഷേ ഐ എം വെരി സർപ്രൈസ്ഡ്, കാരണം ഈ ഇപ്പം പറഞ്ഞ എല്ലാവരും ഓവർ മെച്ചുവേർഡ് അവരിപ്പോ. കാരണം അവർ ഇത്രയും സ്ട്രഗിള് ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് വന്നതുകൊണ്ട് അവർ സ്റ്റിൽ ദേ ആർ കിഡ്സ്. പക്ഷെ കിഡ്സ് അല്ല, ഐ മീൻ യങ്സ്റ്റേഴ്സ്. പക്ഷെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇപ്പൊ മറ്റു കുട്ടികളെക്കാളും കൂടുതൽ മെച്ചുവേർഡ് ആയ കുട്ടികളാണ്. ഇപ്പം സാനിയൊക്കെ മെച്ചുവേർഡ് ആയതാണ് അവര്. സ്ട്രോങ് വുമൻ, ഐ മീൻ സ്ട്രോങ് ഗേൾസ്. ഫ്യൂച്ചറിൽ ഹാൻഡിൽ ചെയ്യാൻ എക്സാക്ട്ലി. ഇപ്പൊ അവളുടെ ഇതിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഒന്നും അവളെ ഒരു രീതിയിലും ബാധിക്കില്ല. അതായത് ബിക്കോസ് അതൊക്കെ ക്രോസ് ചെയ്തിട്ടാ വന്നേക്കുന്നത്. ഇനി എന്ത് വന്നാലും വരാനില്ല എന്നുള്ള കാര്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചധികം ഈ ഫോട്ടോ സെക്ഷൻ നമുക്ക് മാറ്റി വെച്ചത് ബിഗ് ബോസ് എനിക്ക് മനസ്സിലായി. രണ്ടാളും കാണാറുണ്ടോ? അങ്ങനെ ക്ലിപ്സ് ഒക്കെ അങ്ങനെ ഫുൾ ആയിട്ട് കാണാറില്ല. ഇടയ്ക്ക് ഫുൾ ആയിട്ട് കാണാറുണ്ട്, ജസ്റ്റ് ബിക്കോസ് ഗബ്രി ഈസ് ദേർ. ആൻഡ് ഓൾസോ ഗബ്രി മാത്രമല്ല, എന്റെ കുറെ അതായത് ഗബ്രി, അർജുൻ ഗബ്രിയാണ് എനിക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് അതിൽ അറിയണ രണ്ടുപേര്. പിന്നെ അതിനോ ഋഷി, പിന്നെ എനിക്ക് ജാൻമണീനെ അറിയായിരുന്നു. ആൻഡ് വേറെ ആരടി നമുക്കറിയണല്ലേ? നമ്മുടെ ആൾക്കാർ ഉള്ളത് കൊണ്ട് നമ്മൾ കാണുന്നു മാത്രമല്ല. കാരണം കഴിഞ്ഞ സീസണൊന്നും ഞാൻ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കണ്ടൊരു സീസൺ അല്ലായിരുന്നു. കാരണം എനിക്ക് ആരും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ പയ്യനുണ്ട്, ഗബ്രി ഉണ്ട്. നമ്മുടെ കുറെ വർഷം, ഐ തിങ്ക് ഞാൻ യാമിനെ മീറ്റ് ചെയ്ത അതേ സെയിം ഇയറിലാണ് ഞങ്ങൾ ഗബ്രീനെ മീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഗബ്രീനെ അറിയാം. ഇപ്പൊ അവൻ അനുഭവിക്കുന്നത് ഐ തിങ്ക് ഹി ഡോണ്ട് ഡിസേർവ് ഇറ്റ്. പക്ഷെ it's a part of the ഒരു ഗെയിം ഷോ, so let it be.
ഇവിടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പൊ ഒരു കണ്ടസ്റ്റന്റ് ഐ ലൈക്ക് അർജുൻ. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് പറഞ്ഞല്ലോ അർജുനായിട്ട് തന്നെ അതെ, നിൽക്കുന്നത്. അർജുനായിട്ട് തന്നെ നിൽക്കുന്നത്. അവനങ്ങനെ തന്നെയാ. പക്ഷെ എനിക്ക് ഇറങ്ങിയിട്ട് ഓഫ് കോഴ്സ് ഗബ്രീനെ കണ്ട് അവനോട് ചോദിക്കണം എന്ത് അവൻ ഇവിടെയുള്ള ഇപ്പൊ നടക്കുന്ന സീസൺ എങ്ങനെ എടുക്കും എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ക്യൂരിയസ് ആണ്. കുറച്ച് ടെൻഷനും ഉണ്ട് എനിക്ക്. അതെ. ബിക്കോസ് അവൻ കുറച്ച് ഇമോഷണലി ഭയങ്കരമായിട്ട് അങ്ങ് ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരാളാണ്. ഇപ്പൊ അവൻ അവിടെ പിടിച്ച് നിൽക്കുന്നത് അല്ലേ ഞങ്ങൾ നീ പോയിട്ട് ആദ്യ തിരിച്ചു വരും. ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അവനെ അങ്ങനത്തെ ഒരു ഭയങ്കര പാവമായിട്ട്. ആൻഡ് ഓൾസോ can you imagine how helpless we are? നമുക്ക് ഇത്ര അറിയുന്ന ഒരാള് ഹീസ് കൈൻഡ്, ഹീസ് എ ഗുഡ് ഫ്രണ്ട്, അവനൊരു പാവമാണ്. നമ്മൾ എത്ര ഒരു ബാഡ് സിറ്റുവേഷനിൽ കിടന്ന് ഗബ്രീന്ന് ഒരു വിളി വിളിച്ചാൽ അവിടെ ഓടി എത്തുന്ന ചെലവില്ല. അത് എനിക്ക് 3 പേരെ ചിലപ്പോൾ പറയാൻ പറ്റില്ല, അതിൽ ഒരാൾ ഗബ്രിയാണ്. അതായത് അവൻ അത്രയും ഫ്രണ്ട്ഷിപ്പിനും നമ്മുടെ റിലേഷൻഷിപ്സിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന. ഇപ്പം അവൻ ജാസ്മിനോട് കാണിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്നു പറഞ്ഞ അങ്ങനെ ഷീസ് വിത്ത് ദാറ്റ് ലൈക്ക് വിത്ത് എവരിബഡി. ലൈക്ക് അവൻ അങ്ങനെയാണ് അവന്റെ ക്യാരക്ടർ. ഈ എന്താണ് ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആണോ അവന്റെ. അപ്പൊ അങ്ങനെ ഒരാളെ ഇത്രയും പേര് അപ്പൊ നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല. ഈ മീം ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ അവരെ പക്ഷെ നമ്മളെ ട്രോൾസും കാര്യങ്ങളൊക്കെ നമ്മള് ഹെൽപ്ലെസ്സുമാണ്. ഓഫ് കോഴ്സ് അവര് അവനെ അവിടെ കാണുന്ന രീതിയിലാണ് അവരവനെ ജഡ്ജ് ചെയ്യുന്നത്. നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിലൊരു ഇപ്പൊ ഈ അടുത്താണെങ്കിൽ അർജുന് വേണ്ടിയിട്ട് കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടാണ്. പക്ഷെ ഞാൻ വിചാരിക്കണം അർജുന എനിക്ക് പുറത്തിറങ്ങിയിട്ട് ഫസ്റ്റ് അർജുനോട് മിണ്ടണം. നമുക്ക് എനിക്ക് അയോട് ആസ്ക് നീ എന്താണ് നിനക്ക് അവിടെ ഉള്ളിൽ തോന്നിക്കൊണ്ടിരുന്നത്. ബിക്കോസ് എനിക്ക് അവരെ കാണുമ്പോൾ കൂടുതലായിട്ട് എനിക്ക് എന്നെയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവൻ ഇടയ്ക്ക് ഭയങ്കര സാഡ് ആവുന്നുണ്ട്. എനിക്ക് ഈസ് വെരി ഒരു മോംസ് ബോയ് ആണ്. ലൈക്ക് ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെയാണ്. ചിലപ്പോ അവൻ ഓക്കെയാണ് ടാസ്ക്, അല്ലെങ്കിൽ ചിലപ്പോ അവൻ കുറച്ച് ഇങ്ങനെ ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഐ ജസ്റ്റ് വാണ്ട് ആസ്ക് നിനക്ക് എന്താ അവിടെ തോന്നി. എനിക്ക് അവൻ്റെ അടുത്ത് സംസാരിക്കണം എനിക്ക് എന്താ ഔട്ടായി കഴിയുമ്പോ. ഞാൻ ഇതിൽ തന്നെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കരമായിട്ട് സൊസൈറ്റിയിൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ പലരും പറയുന്നേക്കാം ഇപ്പൊ LGBT കമ്മ്യൂണിറ്റിയിലാണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഈ ഫാമിലി ഇരുന്ന് കാണുന്ന ഒരു ഷോ എന്ന് പറയാം ബിഗ് ബോസ്. ഇപ്പൊ സിനിമയൊക്കെ ഇപ്പൊ എല്ലാ ഫാമിലീസ് ഇരുന്ന് കാണണമെന്നില്ല. പക്ഷെ ഇത് ചാനലിൽ വരുമ്പോൾ എല്ലാവരും ഇരുന്ന് കാണുന്നതാണ് ഫാമിലി. അതേ സമയം തന്നെ കുറെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് ഇപ്പൊ അതിൽ പോകുന്നവരെ ഡേസിക്കൊക്കെ അറിയാം കുറെ ഒക്കെ നെഗറ്റീവ് വരുന്നുണ്ട്. അതിൽ തന്നെ എല്ലാ സീസണും നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബിഗ് ബോസിൽ ഒരു രാജാവ് ഉണ്ടാവും എന്ന് പറയും. അതിലും എടുത്ത് നോക്കുകയാണെങ്കിൽ ആ രാജാവ് കുറച്ചുകൂടെ ടോക്സിക് ആയിട്ടുള്ള ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണ് അതിലെപ്പോഴും രാജാവ് എന്ന് പറയുന്ന ഒരു പട്ടം കൊണ്ടുവരുന്നത്. അപ്പൊ അത് ശരിക്ക് ഫുൾ വോട്ട് കിട്ടി അവര് അങ്ങ് പോവുകയാണെങ്കിൽ കുറെ പേര് പകുതിക്ക് ഔട്ടായി പോകുന്നതാണ്. അല്ലാതെ പോവുകയാണെങ്കിൽ അവരാണ് ജയിച്ച് വിന്നറായി വരുന്നത്. അത് പിന്നെ ഇപ്പൊ ഗബ്രിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങള് നമ്മുടെ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ഇത് രണ്ടും. അപ്പുറത്ത് അങ്ങനെയുള്ള ഒരാളെ രാജാവായി കാണുന്നതും ഇവിടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെയും ഭയങ്കരമായിട്ട് ഒരു മൊറാലിറ്റി വെച്ച് അവര് ജഡ്ജ് ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാന്ന് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സീസണിലും ഒരു രായാവ് ഉണ്ടായിരുന്നു. സോ ബേസിക്കലി വേറെ ഒന്നുമല്ല, രായാവ് രായാവ് അല്ല, അത് റിലീസായി. സോ ഞങ്ങളുടെ സീസണിലും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഈ കേരള ഓഡിയൻസ് എന്ന് പറയുന്നത് കൂടുതലും വീട്ടിലിരിക്കുന്ന അമ്മച്ചിമാര്, വയസ്സായ അപ്പച്ചന്മാര്, കുട്ടികള്, അങ്ങനത്തെ ഒക്കെ ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഈ കൂടുതലും എന്താ പറയാ, നമ്മൾ കാസർഗോഡ്, കണ്ണൂർ, ആ ഒരു കൊച്ചിയിലുള്ള ആൾക്കാരൊന്നും ഈ ഇന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. കാരണം ഇവിടെ എന്താ നടക്കുന്നത്, ലൈക്ക് ഇവിടെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഫെയർ ആയിട്ടുള്ള സംഭവങ്ങളാണ് കൊച്ചിയിൽ നടക്കുന്നത്. പക്ഷെ കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ മെന്റാലിറ്റി ഈസ് ലൈക്ക് വെരി നാരോ മൈൻഡ് അവർ. അപ്പൊ അതുകൊണ്ട് പെൺകുട്ടികൾ ഇപ്പം ഞാനിപ്പം ബിഗ് ബോസിൽ പോയത് തന്നെ ലൈക്ക് ഒരു ഫീമെയിൽ ഫോട്ടോഗ്രാഫി കാറ്റഗറിയിൽ നിന്നാണ് എന്നെ വിളിച്ചത്. അതുപോലെ തന്നെ ഇപ്പൊ ജാസ്മിൻ ആയാലും ഫിറ്റ്നസ് കാറ്റഗറിയിൽ നിന്ന് ജാസ്മിൻ, അതും ഒരു മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡാണ്. അപ്പൊ ഈ മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾ എന്ന് വെച്ചാൽ അവരെ മറികടന്ന് വരുന്ന പെൺകുട്ടികളെ ചവിട്ടി താത്താൻ വരുന്ന ആൺകുട്ടികളാണ് അവരുടെ വലിയ രാജാവ് എന്ന് പറയുന്നത്. അത് അങ്ങനെ കൊടുക്കുക സംഭവം മനസ്സിലായി. അപ്പൊ നമ്മൾക്ക് എന്താ പറയാ, നമ്മൾ ഇത്രയും നാൾ ചെയ്ത സ്ട്രഗിളും കാര്യങ്ങളും ഒന്നുമല്ല. കാരണം അവരത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ വീട്ടിലിരിക്കുന്ന അമ്മമാരാണ്. അവരൊക്കെ ഇത് പറയുന്നത് നമ്മൾ തലതെറിച്ച പിള്ളേര് ആ ഒരു സംഭവമാണ്. പക്ഷെ അവർക്ക് അറിയില്ല വാട്ട് വി ആർ എക്സാക്ട്ലി ഡൂയിങ്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ അതിന്റെ ഒരു ഇതാണ് ഇപ്പൊ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. കാരണം അവരും അനുഭവിക്കുന്നത്
അവരുടെ വീട്ടിൽ ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡും അതുപോലെ ആയിരിക്കും അവരുടെ അടുത്ത് പെരുമാറുന്നത്. അപ്പൊ അവര് ദൈവം എന്ന് കാണുന്ന ആ ഒരു സംഭവം മനസ്സിലായോ? ടോക്സിസിറ്റീനെ ആക്ച്വലി അതൊരു പ്രൊമോട്ട് ചെയ്യുന്നൊരു ഷോവും കൂടെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാണിക്കേണ്ട കാര്യങ്ങൾ മാത്രം കാണിച്ചാൽ മതി. അതിൽ കുറേ ഇപ്പൊ ഞാനിപ്പോ ഐ വാസ് പാർട്ട് ഓഫ് ദ ഷോ, പക്ഷെ എന്നാലും ഐ ഡോണ്ട് ലൈക്ക് ബിഗ് ബോസ് ടു ബി ഓണസ്റ്റ്. അതെ, അത് നമ്മുടെ ജനങ്ങൾ ഭയങ്കരമായിട്ടും എന്താ പറയാ ബാഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം അത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യണം. പിന്നെ ഇപ്പോഴത്തെ ബിഗ് ബോസിൽ നോക്കിക്കഴിഞ്ഞാല് ഭയങ്കര ഐ തിങ്ക് കഴിഞ്ഞ 5 സീസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദിസ് സീസൺ ഇസ് കുറച്ച് എന്താ പറയാ ഭയങ്കര ഒട്ടും മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലും പിന്നെ സ്ക്രീൻ സ്പേസ് നിന്റെ അതിലേക്ക് അതിന്റെ കുറെ ടേംസ് പഠിച്ചു വെച്ചിട്ടിലേക്ക് അവരത് പ്രോപ്പർ അങ്ങനെയാ കാണുന്നത്. ആൻഡ് ഓൾ ആർ പ്ലേയിങ് റിയലി ഗുഡ് ഗെയിം. ഐ മീൻ ഗെയിം നോക്കി കഴിഞ്ഞാൽ ഓക്കെ, പക്ഷെ ഗെയിമിലും ഒരു എത്തിക്സ് ഉണ്ട്, ഗെയിമിലും ഒരു കുറച്ച് ഇപ്പൊ ഒരാൾ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുകയാണ്, യു ഷുഡ് നോട്ട് ഗോ ടു ദാറ്റ് പേഴ്സൺ ആൻഡ് ഇമോഷണലി. പിന്നെ മാത്രമല്ല ഈ പുറത്തുനിന്ന് ഇവരിങ്ങനെ ഓരോ ഏതാളായാലും നോട്ടുള്ള ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന് മാത്രമല്ല വേറൊരാളാണെങ്കിൽ ഇവരിങ്ങനെ വേർബലി അബ്യൂസ് ചെയ്യുന്ന ഇവരെന്താ പറഞ്ഞ അതിന് പുറത്ത് ഇവർക്ക് ലൈഫ് ഉണ്ട്. എടാ ഇമാജിൻ നമ്മളെ ശത്രുവായിട്ട് കാണുന്ന കുറെ ആൾക്കാരുടെ ഇടയിൽ നമ്മള് ഒരു വീട്ടില് ഫോണും ഇല്ല ടൈമും ഇല്ലാതെ നമ്മൾ ഇരിക്കുക ലൈക് നമ്മൾ ലോസ്റ്റ് ഇപ്പൊ എനിക്കിപ്പോ എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് യാമിനി ആയിരിക്കും. യാമിനെ സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആവും. ഐ മീൻ വിത്തിൻ ഒരു 10 minutes ഞാൻ ഓക്കെ ആവും. കാരണം എത്ര വലിയ പ്രശ്നമാണെങ്കിലും യാമിനെ അടുത്ത് കുറച്ച് സംസാരിച്ച് ഞാൻ ഓക്കെ ആവും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എല്ലാവരും അവരവരുടെ ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നു. എല്ലാവർക്കും ഒരേ ഒരു ഡെസ്റ്റിനേഷൻ ഉള്ളൂ, ലൈക്ക് ദേ വാണ്ട് ദാറ്റ് കപ്പ്. ആ ഒരു സംഭവം കൊണ്ട് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാല് ഓർക്കുന്നില്ല അവർ ഇറങ്ങിയിട്ട് അവരിതൊക്കെ സംഭവം ഇപ്പൊ പ്രൊമോട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ പുറത്തും കുട്ടികൾ കാണുന്ന കുട്ടികൾക്കായാലും അവർക്കും ഈ ഒരു മനുഷ്യപ്പെട്ടില്ലാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ അവർ പെരുമാറുക. പുറത്ത് ഇത് കണ്ടിട്ട് ചിലപ്പം ഇപ്പം ഞാൻ പേര് പറയുന്നില്ല, ഒരു കണ്ടസ്റ്റന്റിനെ കുട്ടികൾക്ക് ഇഷ്ടമാണ്, പക്ഷെ അയാളിപ്പോ ഒരാളെ പോയി കുത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഫ്ലുവൻസ്ഡ് ആവാണ്. അങ്ങനെ ഇവരുടെ സീസണാണ് കുറച്ചുകൂടെ ഒക്കെ എന്റർടൈൻമെന്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച്. ഞങ്ങളുടെ സീസണിൽ എനിക്ക് തോന്നുന്നു ആരെങ്കിലും സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ പോയി ഉപദ്രവിക്കാൻ വരാറില്ലായിരുന്നു. അപ്പോ അതില്ലേ. ഓക്കെ, അപ്പോ ഇത്രയും നേരം ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോ വീണ്ടും പല പല സന്ദർഭത്തിൽ നമുക്ക് ഇങ്ങനെ കാണാനും സംസാരിക്കാനും ഓക്കെ ഭാഗ്യണ്ടാവട്ടെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു പ്രിയ, താങ്ക് യു. ലൈക്ക് ഇതൊരു ഇന്റർവ്യൂ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടോ, ഫ്രണ്ട്സിനും സംസാരിക്കുന്ന പോലെ വെരി കംഫർട്ടബിൾ. അതെനിക്കുള്ള താങ്ക് യു. ആക്ച്വലി ഞങ്ങളാണ് കംഫർട്ടബിൾ ആക്കിയത്, അതൊന്നും പറയണോ? യെസ്. ഓക്കെ, അപ്പോ കാണാം. വളരെ സന്തോഷം രണ്ടുപേരായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ. താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ്. വെരി നൈസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അല്ലേ? ഓക്കെ, താങ്ക് യു. ബൈ. ഓക്കെ, നന്ദി, നമസ്കാരം.